അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകൾ നൽകിയിരുന്നു. ഇതിനു മുൻപ് നമ്മുടെ ചാനൽ വഴി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. അപ്പോൾ ഇത് രണ്ടുമായി ബന്ധപ്പെട്ട ചില അറിയിപ്പുകളാണ് പുതുതായിട്ട് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനും കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങളും ഒക്കെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇതിൽ ക്ഷേമ പെൻഷൻ കുറച്ച് നാളുകളായി മുടങ്ങിയെങ്കിൽ പോലും ഇപ്പോൾ തുടർച്ചയായിട്ട് മുടങ്ങാതെ ലഭിക്കുന്നുണ്ട്. കിസാൻ സമ്മാൻ നിധിയുടെ തുക നാളിതുവരെയായിട്ടും ₹1 പോലും മുടങ്ങിയിട്ടില്ല. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ 18ാമത്തെ ഗഡു വിതരണം കഴിഞ്ഞ ദിവസം തന്നെ നടത്തി പ്രധാനമന്ത്രി രാജ്യത്ത് ഈ ഒരു തുകയുടെ വിതരണം നടത്തിയിരിക്കുകയാണ്. കേരളത്തിലും വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. 18 ലക്ഷത്തിന് മുകളിൽ ആളുകൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. അപ്പോൾ തുക കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. മാത്രവുമല്ല, ഈ KYC ഒക്കെ പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾ മുടങ്ങിക്കിടക്കുന്ന പഴയ തുക കൂടി കൂട്ടി ₹6000 വരെയാണ് എത്തിയത് പല ആളുകൾക്കും. മാത്രവുമല്ല, ഇതുകൂടാതെ ഈ KYCയും ഒന്നും ചെയ്യാതെ ലാൻഡ് സീഡിംഗ് നടത്താത്ത ആളുകൾക്ക് തുടർച്ചയായിട്ടുള്ള സമയത്ത് ഈ മാസവും ഈ തവണ ഗഡുവും മുടങ്ങിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ഈ മുടങ്ങിക്കിടക്കുന്ന തുക വിതരണം ചെയ്യുമോ എന്നുള്ള കാര്യം കൂടി കാത്തിരുന്ന് കാണേണ്ടതാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം കേരളത്തിൽ ഉൾപ്പെടെ വലിയൊരു കാർഷിക സമൂഹത്തിന് ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ആനുകൂല്യം എല്ലാവരും ഉറ്റുനോക്കി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും 18ാമത്തെ ഗഡു വിതരണം ചെയ്ത് ഇനി 19ാമത്തെ ഗഡു അടുത്ത 4 മാസത്തിനുള്ളിൽ ആയിരിക്കും. അതായത് ഇനി ഒക്ടോബർ മാസമാണ്, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ 4 മാസക്കാല അളവിൽ ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ ആയിട്ടായിരിക്കും 19ാമത്തെ ഗഡുവിന്റെ വിതരണം നടക്കുക. ഇതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുകൂടാതെ തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണം, ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ക്ഷേമ പെൻഷന്റെ അടുത്ത ഗഡു തുകയുടെ വിതരണം ഈ വരുന്ന 24-25 തീയതികളോട് അനുബന്ധിച്ച് നടത്തും എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത്. ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതിനുശേഷം കൈകളിലേക്കും തുക വിതരണം ചെയ്യുന്ന രീതി ആയിരിക്കും ഉണ്ടാവുക. മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും മുടങ്ങാതെ തന്നെ ഈ ഒരു തുക എത്തും എന്ന കാര്യം പൊതുജനങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. തുക വർദ്ധിപ്പിക്കുന്നതായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളും ഉണ്ടായിരിക്കുകയാണ്. ₹3200 ക്ഷേമ പെൻഷൻ വീണ്ടും കിട്ടുമോ എന്നുള്ള കാര്യം പലരും ചോദിച്ചിരുന്നു. ₹3200 ഇല്ല, ₹1600 തന്നെയാണ് ക്ഷേമ പെൻഷൻ തുക ഇപ്പോൾ എത്തുക. വളരെയധികം ആളുകൾക്ക് ഇത് സംശയമുണ്ട്. കാരണം ഈ വർഷം തന്നെ തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കും എന്നാണല്ലോ പറഞ്ഞിരുന്നത് എന്ന് പലരും കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, അതിന്റെ കാര്യം ഈ വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും സമയത്ത് ഇപ്പോൾ ഒരു ഗഡു വിതരണം ചെയ്തിട്ടുണ്ട്. കുടിശ്ശിക ഉള്ളവയിൽ പിന്നെ ഒരു ഗഡു കൂടി ഇനി ക്രിസ്മസിനൊക്കെ സംബന്ധിച്ച് പ്രതീക്ഷിച്ചാൽ മതി. എന്തുതന്നെ ആയാലും ₹1600 24, 25, 26 തീയതികളിൽ ഒക്കെ ആയിട്ട് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുവാനുള്ള നടപടി കൈക്കൊള്ളുന്നുണ്ട്. എന്തു തന്നെയായാലും വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്താ നടപടി തന്നെയാണ് ഇത്. പല ആളുകളും കേരളത്തിൽ മരുന്ന് വാങ്ങുവാനും അതുപോലുള്ള ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്ന ഒരു തുക തന്നെയാണ് ഈ ഒരു പെൻഷൻ വിതരണം. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ആശ്വാസം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് തന്നെയാണ്. ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്കും ഒന്ന് അറിയിക്കുവാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക.